ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെയും മുരിങ്ങയ്ക്കയുടെ ഒക്കെ സീസൺ അല്ലേ. അപ്പോൾ നമുക്ക് ചക്കക്കുരു മുരിങ്ങയ്ക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഒഴിച്ചുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8-10 ചക്കക്കുരു നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. പിന്നെ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 മുരിങ്ങയ്ക്കോലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കറി വെക്കാനുള്ള ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള 2 മുരിങ്ങക്കോലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ചക്കക്കുരു മുരിങ്ങയ്ക്ക വേകാനായിട്ട് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിഴുപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുടംപുളി ഉണ്ടല്ലോ, അതാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലൊരു 1/4 സ്പൂൺ ജീരകവും 2 ചുമന്നുള്ളിയും ചേർത്തൊന്ന് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചക്കക്കുരു 1-2 ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്, കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിലൂടെ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കുതിരാനിട്ടിരുന്നത്. അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ടായി. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച കൂട്ടയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാവേ. ആവശ്യത്തിന് വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളം വേണ്ട, ഒരു കുറുകിയ കറിയായിട്ട് നമുക്കെടുക്കാം. ഒഴിച്ചുകറിയാണെങ്കിലും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു കുറുകിയ കറി, ഒരു ചാറും വേണം, എന്നാൽ കുറുകിയിരിക്കണം. ആ ഒരു രീതിയിലെടുത്താൽ ആ ഒരു പരുവം മതി കേട്ടോ. അത് നമുക്ക് കറി വെക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പം ഞാൻ ചൂടാക്കി കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കടുകും ചുമന്നുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഞാനൊരു ഇച്ചിരി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും, കാരണം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കടുക് വറുക്കുമ്പോൾ ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ നല്ല മഞ്ഞ കളറുള്ള കറിയാണ്, പക്ഷേ നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം എനിക്കിത് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല മഞ്ഞ കളർ കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ ഉള്ള കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കടുക് താളിച്ച് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിരുന്നു. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ പിന്നെ ചേർത്തൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. അപ്പോൾ ചക്കക്കുരു മുരിങ്ങയ്ക്കൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.